ഹേയ് സോ ഞാൻ സുബാൻ. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് എന്നെ അറിയാമെന്ന് എനിക്കറിയില്ല, കാരണം എനിക്ക് കുറച്ച് ഫോളോവേഴ്സ് അല്ലെങ്കിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ. ആൻഡ് അതിലും കുറേ പേരൊന്നും എൻ്റെ വീഡിയോസ് അങ്ങനെ റെഗുലർലി കാണുന്ന ഒരാളല്ല. പക്ഷേ ദിസ് വീഡിയോ നിങ്ങൾ ഈ തമ്മിൽ കാണുന്ന പോലെ 6 months ആവുകയാണ് ഞാൻ എൻ്റെ ഒരു വ്ളോഗിങ് കരിയർ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ ഒരു വ്ളോഗിങ് ചാപ്റ്റർ എന്നൊരു സാധനം ഞാൻ തുടങ്ങിയിട്ട്. കുറേ നാളത്തെ എന്താ പറയുക, ഒരു എഫേർട്സ്, എഡിറ്റിങ്, ലൈക്ക് വീഡിയോ എടുക്കുന്നതാണെങ്കിലും ഒക്കെ ഞാൻ എൻ്റെ ഒരു ബ്യൂട്ടിഫുൾ, അല്ലെങ്കിൽ ഞാൻ ഒട്ടും എൻ്റെ ലൈഫിൽ എക്സ്പെക്ട് ചെയ്യാത്തൊരു ഫേസിൽ കൂടെയാണ് ഞാൻ പൊക്കോണ്ടിരുന്നത് ഈ ഒരു കൈൻഡ് ഓഫ് 6 months. ഞാൻ December 22 എൻ്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഇന്ന് June 22 ആകുമ്പോൾ ഇറ്റ്സ് കറക്റ്റ് 6 months ആയി. അപ്പോൾ 6 months ഞാൻ എക്സ്പെക്ട് ചെയ്ത എൻ്റെ ഒരു ഗ്രോത്ത് അല്ല എനിക്കിപ്പോൾ ഉള്ളത്. ആക്ച്വലി അതെനിക്കൊരു വിഷമോ അല്ലെങ്കിൽ ഒരു ഡൗൺ സ്റ്റേജിൽ പൊയ്ക്കൊണ്ടിരുന്നായിരുന്നു. കാരണം എൻ്റെ അടുത്ത് കുറച്ച് പേര് റീസെൻ്റ്ലി ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ. അപ്പോൾ എനിക്കങ്ങനെ ഐ ഡോണ്ട് ടേക്ക് എനിത്തിങ് വെരി പേഴ്സണൽ, ബട്ട് ദിസ് വാസ് സംതിങ് വിച്ച് ഐ സ്റ്റാർട്ടഡ്. ആൻഡ് ഞാൻ കുറേ കാര്യം, ഇപ്പോൾ ഈ മൈക്കാണെങ്കിലും കുറേ കാര്യങ്ങൾ ഞാൻ എന്താ പറയുക, ലൈക്ക് എക്സ്പെൻസ് പോയിട്ട് ഞാൻ ഓക്കെ സാരമില്ല, ഇതൊക്കെ മേടിക്കാം, നമുക്ക് മുന്നോട്ട് പോകേണ്ടതല്ലേ, വി ഷുഡ് ഗ്രോ ആൻഡ് ലൈക്ക് ദാറ്റ്, അങ്ങനെ തുടങ്ങിയതാണ്. പക്ഷേ വിചാരിച്ച ആ ഒരു ഗ്രോത്ത് ആയിരുന്നു. ഞാൻ വിചാരിച്ചു 6 മാസം നമുക്കൊരു എനിക്കൊരു വെച്ചിരുന്നൊരു ലേബൽ വാസ് ഒരു 1000 സബ്സ്ക്രൈബേഴ്സ്, അല്ലെങ്കിൽ ആ ഒരു രീതിക്ക്, അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ആവുക, അതിനുള്ള ക്രൈറ്റീരിയ ഫോളോ ചെയ്യുക എന്നുള്ള രീതിക്കായിരുന്നു. പക്ഷേ ഐ വാസ് നോട്ട് ഏബിൾ ടു ഡു ഇറ്റ്. ഐ ഡോണ്ട് നോ വൈ, ബട്ട് എനിക്കിപ്പോൾ ഉള്ളത് കറക്റ്റായിട്ട് വാച്ച് അവേഴ്സിൻ്റെ ബേസിലാണ് നമുക്ക് എപ്പോഴും ഇത് പോകുന്നത്. എനിക്ക് 400 കഴിഞ്ഞിട്ടുള്ളൂ, വിച്ച് ഇസ് എനിക്ക് അതിൻ്റെ 10 ഇരട്ടി ഇനിയും വേണം ഈ ഒരു 6 months. ഇനി വരുന്ന ആ 6 months ഐ ലിറ്ററലി നീഡ് 10 times മോർ ദാൻ മൈ വാച്ച് അവേഴ്സ്. ഞാൻ 35 ഇതും കൂടെ 34ാമത്തെ വീഡിയോ ആയിരിക്കും. 34 വീഡിയോ ഇട്ടിട്ടും, അല്ലെങ്കിൽ 33 വീഡിയോ ഇട്ടിട്ടും എനിക്ക് 400 സംതിങ് വാച്ച് അവേഴ്സാണ് എനിക്ക് കയറിയിട്ടുള്ളത്, വിച്ച് ഈസ് ആക്ച്വലി വിഷമം. കാരണം ഞാൻ വിചാരിച്ച അൽഗോറിതമോ ഞാൻ വിചാരിച്ച യൂട്യൂബൊന്നും ആയിരുന്നില്ല ഞാൻ ഗോ ത്രൂ ചെയ്തുകൊണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഭയങ്കര ബാഡ് ആയിരുന്നു, എന്ത് ചെയ്യും, വാട്ട് ഷുഡ് ഐ ഡു. അതും സബ്സ്ക്രൈബേഴ്സ് നമുക്ക് 1000 വേണം, ഐ ജസ്റ്റ് ഹാവ് 250. അപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ, എന്തായാലും ഞാനൊരു 6 months ഞാൻ എനിക്ക് കൊടുത്തൊരു വാക്കായിരുന്നു, ഇതുപോലൊരു വീഡിയോ എനിക്ക് ചെയ്യണം. December 22 ആദ്യത്തെ വീഡിയോ വേണം. June 22 എനിക്ക് ഞാൻ തന്നെ കൊടുക്കുന്നൊരു ഗിഫ്റ്റ് ആയിരിക്കും എൻ്റെ എഫേർട്സ് എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഐ ഡിഡ്ന്റ് സക്സീഡ്. അതിൽ ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു. ഐ തോട്ട് നിർത്തിപ്പോവാം എന്നൊക്കെ. എൻ്റെ ആദ്യ വീഡിയോ ഇടുന്നത് നിങ്ങൾക്കറിയാമായിരിക്കും, ഞാൻ സൈഡിൽ ഇപ്പോൾ കൊടുത്തേക്കാം. ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ വീഡിയോ. ഇതിടുമ്പോൾ ഭയങ്കര എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. ഞാൻ പോസ്റ്റ് ചെയ്ത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോസ്റ്റ് ചെയ്തത്. ആക്ച്വലി ഞാനല്ല അത് പോസ്റ്റ് ചെയ്തത്. അപ്പോൾ ഐ വാസ് റിയലി ഹാപ്പി ടു പോസ്റ്റ് ദാറ്റ് വീഡിയോ. അതിനുശേഷം കുറേ വീഡിയോസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, ലൈക്ക് 33 വീഡിയോസ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമായിരുന്നു ഞാൻ എൻ്റെ എഫേർട്സും കുറേ കാര്യങ്ങളായിട്ട്. പിന്നെ ഈ റീസെൻ്റ്ലി എനിക്ക് തോന്നുന്നു കുറേ വ്ളോഗ്സ് ഞാൻ മിസ് ചെയ്തു. ഐ ഹാഡ് എ ലോട്ട് ഓഫ് വ്ളോഗ്സ് ടു ടേക്ക്, ബട്ട് എൻ്റെ മമ്മയുടെ ബർത്ത്ഡേ ആണെങ്കിലും എൻ്റെ ഫ്രണ്ട് അംബാൻ, അവൻ്റെ ഒരു എൻഗേജ്മെൻറ്റ് ഉണ്ടായിരുന്നു, അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല. നമ്മുടെ ഓഫീസ് ആൾക്കാരൊക്കെ ആയിട്ട് നമ്മൾ ഹയാത്തിൽ പോയി, അതും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഐ വാസ് റിയലി സാഡ്. അയ്യോ, ഷുഡ് ഐ സ്റ്റോപ്പ് ദിസ്? ബട്ട് ഐ എം നോട്ട് എ ഗായ് ഹൂ ജസ്റ്റ് ഗീവ് അപ്പ്. എനിക്ക് ഗീവ് അപ്പ് ചെയ്യുന്ന ഇഷ്ടമല്ല. ഞാൻ ഐ ട്രൈ എവ്രിതിങ്. എനിക്ക് പറ്റുന്ന അത്രയും ഞാൻ നോക്കും. എല്ലാവർക്കും ശരിയാവണമെന്നില്ലല്ലോ, ആരൊക്കെയോ പണ്ട് പറഞ്ഞ പോലെ. അപ്പോൾ ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ചിലതൊന്നും എനിക്ക് ശരിയായിട്ടില്ല. അതിലെനിക്ക് വിഷമം ഉണ്ടായിരുന്നു. ചില വ്ളോഗ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ചിലത് ഞാൻ വിചാരിച്ച പോലെ എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, ചില ഞാൻ വിചാരിച്ച കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ലൈക്ക് ദാറ്റ്, അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഈ 33 വ്ളോഗ്സ് എന്ന് പറയുന്നത് എപ്പോഴും എനിക്ക് പ്രിയപ്പെട്ടതാണ്. വിച്ച് ഈസ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്, ബിക്കോസ് അതിന് ഓരോ വീഡിയോസിന് എന്തുമാത്രം എഫേർട്സ് ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആക്ച്വലി ഞാനിപ്പോൾ വയനാടാണ്, വയനാടല്ല, സോറി, ഞാൻ വാഗമണ്ണാണ്. വാഗമണ്ണിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. സോ അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ചു ഇതിനി ഗിവ് അപ്പ് ചെയ്യാം, സുബാൻ യു വോണ്ട് ബി ഡൂയിങ് ഗ്രേറ്റ് ഇൻ ദിസ് എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഈ 6 months ഞാൻ പറയാണ്, നോ, ഐ സ്റ്റിൽ ഹാവ് 6 months വിത്ത് മീ. ആ 6 months ഇതുപോലെ ഈ ഒരു പവറിൽ ഞാൻ ഇരുന്നിട്ട് അടുത്ത 6 months ആകുമ്പോൾ, വിച്ച് ഈസ് December 22 ആകുമ്പോൾ എനിക്ക് ഇതുപോലെ ആവണമെന്നില്ല. മേ ബി അവിടെ ഞാൻ തോറ്റു പോകുമായിരിക്കും. പക്ഷേ വി ഷുഡ് നെവർ ഗിവ് അപ്പ് എന്നുള്ളത് എൻ്റെ മനസ്സിൽ ഞാൻ ഫോളോ ചെയ്യുന്നൊരു കാര്യമാണ്. സോ ഐ ബിലീവ് ഐ ഷുഡൻറ്റ് ഗിവ് അപ്പ് ആൻഡ് ഐ ഷുഡ് ഫോളോ സംതിങ്. ഞാൻ കുറേ വ്ളോഗ് മിസ് ചെയ്ത പോലെ കുറേ എടുക്കുക. ലൈക്ക് പണ്ട് ഏതോ വലിയൊരു മനുഷ്യൻ പറഞ്ഞ പോലെ, your first video is not going to get views. Period. It's not. Your first 10 are not going to get views. I can very confidently say that. So stop sitting there and thinking for months and months on end, and just get to work and start uploading. Make 100 videos and improve something every time. Do that. And then on your 101st video, we'll start talking. നമ്മളെപ്പോഴും വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കണം. നമ്മളെപ്പോഴും വ്ളോഗ് എടുത്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്കെപ്പോഴും സക്സീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് ആരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കത് എപ്പോഴും പറ്റിയിട്ടില്ല. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, യു പീപ്പിൾ വുഡ് ഹാവ് സീൻ ആരെങ്കിലും കുറച്ച് പേരെങ്കിലും. ഞാൻ ഓഫീസിലായതുകൊണ്ട് തന്നെ എനിക്കെപ്പോഴും വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. കാരണം എപ്പോഴും എനിക്ക് മൺഡേ ടു ഫ്രൈഡേ എന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും ഓഫീസാണ്. ഞാൻ കണ്ടിട്ടുള്ള എല്ലാ വ്ളോഗേഴ്സിലും മോസ്റ്റ്ലി അവർ ഈ വർക്ക്, ഞാൻ അങ്ങനെ കുറ്റം പറയുന്നു അല്ലെങ്കിൽ അവരൊരു
അടിച്ചമർത്തി പറയുന്നില്ല. പക്ഷെ ഞാൻ ബേസിക്കലി കാണുന്ന ആൾക്കാർക്ക് ഇതൊരു പാഷനായിട്ട് എടുക്കുന്ന ആൾക്കാരാണ്. ലൈക്ക് ഇതൊരു ജോബ് ആണ്, അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേഷൻ, അല്ലെങ്കിൽ റീൽ ക്രിയേറ്റിംഗ്, അവരൊരു പ്രൊഫഷനായിട്ട് എടുക്കുക. പക്ഷേ എനിക്കതങ്ങനെയല്ല. മൈ ഫസ്റ്റ് പ്രൊഫഷൻ ഓൾവേസ് ബി മൈ ഞാൻ 24 കൊല്ലം പഠിച്ചെടുത്ത് ഞാൻ ഇപ്പോൾ ജോലിക്ക് ഇരിക്കുന്നതാണ്. അപ്പോൾ അത്രയും നാൾ ഞാൻ കുഞ്ഞിലെ എൻ്റെ LKG മുതൽ ഇപ്പോഴത്തെ പഠനം വരെ ഞാൻ പഠിച്ച് എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഒരു പൊസിഷനിൽ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ഇത് ഗിവ് അപ്പ് ചെയ്തിട്ട് ഐ കാൺ സ്റ്റാർട്ട് എ ന്യൂ വൺ വിത്തൗട്ട് പ്രയർ എക്സ്പീരിയൻസ്. എനിക്ക് മുമ്പ് ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു സാധനത്തിലേക്ക് നമ്മൾ പെട്ടെന്ന് കയറി ചെല്ലാൻ പറ്റില്ല. ഇതെല്ലാം ഉപേക്ഷിക്കാം. സുബാൻ ജസ്റ്റ് ഗൈഡ് ഹൗസിൽ നിന്ന് ഇറങ്ങുക, ടെക്നോ പാർക്കിൽ നിന്ന് ഇറങ്ങുക, ജോലിയൊക്കെ വിടാം, നമുക്ക് ഇത് മാത്രം ഇറങ്ങാം. പക്ഷേ ഇതിൽ എനിക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ഇല്ല. ഇതിന് കുറേ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല. ഇതിന് കുറേ ഫണ്ട് നമ്മൾ ഇടേണ്ടി വരും. ഫുഡ് ചാലഞ്ചസ് നമ്മൾ കുറേ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ 3 ഫുഡ് ചാലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും എനിക്ക് ഒരെണ്ണം എനിക്ക് തോന്നുന്നു ആ പാനിപ്പൂരിയും അതുപോലെ ബാഡ്മിൻ്റനും മാത്രമായിരുന്നു. ബാഡ്മിൻ്റൻ ഇറ്റ്സ് നോട്ട് എ ഫുഡ് ചാലഞ്ച്. പക്ഷേ ഇത് രണ്ടും മാത്രമേ എനിക്ക് 1K വ്യൂസെങ്കിലും കയറിയിട്ടുള്ളൂ. ബാക്കിയൊന്നും കയറിയിട്ടില്ല. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പോലും കാരണം ഈ കഴിഞ്ഞ എൻ്റെ 3 വീഡിയോസ്, ഞാൻ എപ്പോഴും വിചാരിക്കുന്ന എൻ്റെ ഒരു വീഡിയോയ്ക്ക് 200 വ്യൂസ് കിട്ടി ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ എക്സ്ട്രാ ഓർഡിനറി ഹാപ്പി ആയിരിക്കും. എന്നെ അറിയാവുന്ന ചുരുക്കം ചില പേർക്കെങ്കിലും അതറിയാം. 200 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പട്ടിക്കോ പൂച്ചയ്ക്കോ പോലും അതുകൊണ്ടൊരു ഗുണമില്ല. എനിക്ക് പോലും അതുകൊണ്ടൊരു ഗുണം ഉണ്ടാവില്ല. പക്ഷേ 200 കാണുന്ന എനിക്കെന്തോ ഒരു തരം ഒരു ബർക്കത്താന്നൊക്കെ നമ്മൾ ആൾക്കാർ പറയത്തില്ലേ, അതുപോലെയായിരുന്നു. പക്ഷേ ഇറ്റ് ഡിഡ്ന്റ് ഗോ വെൽ. കഴിഞ്ഞ 3 വീഡിയോസും 150, 140, 120 ഭയങ്കര ഷോക്കായി. ഞാൻ അൽഗോരിതം ഞാൻ ഫുഡ് ചാലഞ്ച് ഇട്ടിട്ട് പോലും അതിന് പോലും വ്യൂസ് ഇല്ല. അപ്പോൾ ഞാൻ ഒന്ന് മാറ്റി പിടിച്ച് വാപ്പച്ചിക്ക് ചെയർ മേടിക്കുന്നു സർപ്രൈസിങ് ആയിട്ട്. അതൊന്നും നത്തിങ് ഈസ് ക്ലിക്കിംഗ് ഔട്ട്. എന്താണ് അൽഗോരിതം, എന്താണ് ഇതിൽ പഠിക്കേണ്ടത്, വാട്ട് ഷുഡ് ഐ ഇംപ്രൂവൈസ്, ഇതൊന്നും ഞാൻ തന്നെ ഡെയിലി ഞാൻ എൻ്റെ പല കാര്യങ്ങളും ഇംപ്രൂവൈസ് ചെയ്യണം. എഡിറ്റിങ്ങിലാണെങ്കിലും എൻ്റെ ക്യാമറ ഫേസിങ് ആണെങ്കിലും എൻ്റെ എന്താ പറയുക, ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ട് ഒരാളായിരുന്നു. ബട്ട് റൈറ്റ് നോ ഐ എം കൈൻഡ് ഓഫ് എൻ ആംബിവേർട്ട് ഗായ്. ഞാനൊരു ഇൻട്രോവേർട്ടാണെന്ന് പറയില്ല, പക്ഷേ ആംബിവേർട്ട്. ഞാൻ എൻ്റെ ഒരു പ്രൈവറ്റ് സോണിൽ മാത്രമായിരിക്കും ഞാൻ ഭയങ്കര അടിച്ചുപൊളി. അല്ലാത്തയിടത്തൊക്കെ ഞാൻ ഭയങ്കര ഇങ്ങനെയായിരിക്കും. സോ പണ്ട് ഭയങ്കര എക്സ്ട്രോവേർട്ട്. പണ്ട് ഞാൻ എക്സ്ട്രോവേർട്ട് എന്നുള്ള ടേം വാസ് ഞാൻ എല്ലായിടത്തും മറ്റേ ചാടിക്കയറി സംസാരിക്കുക, അങ്ങനത്തെ ഒരു ഫേസ് ഐ മിസ് ഇറ്റ്. ബട്ട് ഇപ്പോഴത്തതും ഐ കൈൻഡ് ഓഫ് ലൈക്ക് ഇറ്റ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഐ എം നോട്ട് റെഡി ടു ഗിവ് അപ്പ് ആൻഡ് ഐ എം റിയലി ഗോണ ട്രൈ ദിസ് ഈസ് എ വീഡിയോ ഫോർ മൈ സെൽഫ്. എനിക്കായിട്ട് പോസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും. സോ ദിസ് ഈസ് എ റിമൈൻഡർ ഫോർ മൈ സെൽഫ് ദാറ്റ്, അല്ലെങ്കിൽ ഞാൻ തന്നെ കൊടുക്കുന്ന ഓർമ്മപ്പെടുത്തലാണ്, സുബാൻ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്. ഞാൻ എന്നോട് തന്നെ പറയുന്ന പോലെ ഞാൻ പറയുകയാണ്, ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്. ഐ ഷുഡ് ട്രൈ സംതിങ് ഗുഡ്. ഇനി എനിക്കൊരു 6 months എൻ്റെ കൈകളിലുണ്ട്. ഈ 6 months എത്ര വീഡിയോസ് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഒരു 30 days വെച്ച് നമ്മളൊരു 6 months നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 180 days ഉണ്ട്. ആ 180 days എന്ത് ചെയ്യാൻ പറ്റും, എത്രത്തോളം വ്ളോഗ് ചെയ്യാൻ പറ്റും, അത്ര ഞാൻ ചെയ്യും. എങ്ങനെയാണ് ഗ്രോത്ത്, ഒന്നും എനിക്കറിയില്ല. സോ ദാറ്റ് ഈസ് ഇറ്റ്. അതോടെ നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇത് ജസ്റ്റ് ഒരു റിമൈൻഡർ എനിക്ക് തന്നെ ഞാൻ കൊടുക്കുന്നതാണ്. സോ ഇറ്റ്സ് എ 6 months ആനിവേഴ്സറി ഫോർ മീ. ഐ ഷുഡ് ബി റിയലി ഹാപ്പി ദാറ്റ് 6 months ആയിട്ട് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് അറ്റ്ലീസ്റ്റ് ഞാൻ വീഡിയോ ഇടാൻ നോക്കിയിട്ടുണ്ട്. ഇനിയുള്ള എല്ലാം നമ്മൾ വ്ളോഗ് ചെയ്യാൻ നോക്കും, നമ്മൾ ഷോർട്സ് ഇടാൻ നോക്കും. 6 months ഉണ്ട്. ഈ 6 months ഐ ഷുഡ് ഡു സംതിങ് ആൻഡ് ഐ റിയലി ബിലീവ് ഐ കുഡ് ഡു ഇറ്റ്. ഞാനങ്ങനെ ഗിവ് അപ്പ് ചെയ്യാൻ റെഡിയല്ല. സോ അത്രേ ഉള്ളൂ ഗൈസ്. സോ ദാറ്റ്സ് മീ സൈനിങ് ഓഫ് in this video and happy 6 months of vlogging for me. And yeah, അടുത്ത വീഡിയോ നമുക്ക് കാണാം. ഞാൻ കുറേ എന്താ പറയുക, നമ്മുടെ വയനാടല്ലല്ലോ, എന്താ ഈ വയനാട് എൻ്റെ വായി വരുന്നത്, വാഗമണിൻ്റെ കുറേ വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതൊക്കെ പോസ്റ്റ് ചെയ്യാം, അല്ലാത്ത കുറേ കോണ്ടൻറ്റ്സ് എടുക്കാം. സോ അത്രേ ഉള്ളൂ ഗൈസ്. സോ ഇറ്റ്സ് മീ സുബാൻ സൈനിങ് ഓഫ് വിത്ത് ദിസ് വീഡിയോ ഫോർ എ 6 years anniversary and that's it. And അടുത്ത വീഡിയോ വരയ്ക്കും കാത്തിരിക്കുക. Until then, it's bye from Subhans.